ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും കരിയർ ട്രാക്കർ PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട പ്രധാന പുരസ്കാരങ്ങളാണ് നമ്മൾ പഠിച്ചു വരുന്നത്. നമുക്കിന്ന് ഓടക്കുഴൽ അവാർഡും ONV സാഹിത്യ പുരസ്കാരത്തിന്റെയും ജേതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി ഓടക്കുഴൽ അവാർഡ്. ഓടക്കുഴൽ അവാർഡ് അല്ലേ? അപ്പോൾ ഓടക്കുഴൽ എന്ന കൃതി ഒരു പ്രശസ്ത കവിയുടെ കൃതിയാണ്. ആരുടേതാണ്? ജി ശങ്കരക്കുറുപ്പിന്റെ അല്ലേ? ആരാണ് ജി ശങ്കരക്കുറുപ്പ്? ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാള കവി. ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് ആര്? ജി ശങ്കരക്കുറുപ്പ്. അദ്ദേഹത്തിന് 1965 ആദ്യ ജ്ഞാനപീഠം ലഭിക്കാൻ കാരണമായ കൃതി ഏതാണ്? ഓടക്കുഴൽ എന്ന കൃതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ജി ശങ്കരക്കുറുപ്പിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ഈ അവാർഡിന് ഓടക്കുഴൽ അവാർഡ് എന്ന പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ 1965 ആദ്യ ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നത്. അത് ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ജി ശങ്കരക്കുറുപ്പാണ്. അദ്ദേഹത്തിന്റെ കൃതി ഏതാണ്? ഓടക്കുഴലാണ്. ഈ ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ്. ജി ശങ്കരക്കുറുപ്പിന്റെ സ്മരണാർത്ഥം ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് ആരാണ്? ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ്. നമ്മൾ മറക്കൂല അല്ലെ? കാരണം ഓടക്കുഴൽ, ശ്രീകൃഷ്ണൻ, ഗുരുവായൂരപ്പൻ ഇങ്ങനെയൊക്കെ ബന്ധപ്പെടുത്തിയാൽ തന്നെ ജി ശങ്കരക്കുറുപ്പിന്റെ സ്മരണാർത്ഥം ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് ആരാണ്? ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ്. മാത്രവുമല്ല, ഈ ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം ലഭിച്ചപ്പോൾ ലഭിച്ച തുകയുടെ ഒരു വിഹിതവും എടുത്താണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഈ പുരസ്കാരം നൽകുന്നത്, ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത്. ഇതിന്റെ പുരസ്കാര തുക 30,000 രൂപയും പ്രശസ്തി പത്രവുമാണ്. ഓടക്കുഴൽ അവാർഡിന്റെ പുരസ്കാര തുക എന്താണ്? 30,000 രൂപയും പ്രശസ്തി പത്രവുമാണ്. ഈ ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് മലയാളത്തിലെ മികച്ച സാഹിത്യകൃതിക്കാണ്. മലയാളത്തിലെ മികച്ച സാഹിത്യകൃതിക്ക് നൽകുന്ന പുരസ്കാരമാണ് ഓടക്കുഴൽ പുരസ്കാരം. ഇത് നൽകുന്നത് ജി ശങ്കരക്കുറുപ്പിന്റെ സ്മരണാർത്ഥമാണ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് നൽകുന്നത്. പുരസ്കാര തുക 30,000 രൂപയും പ്രശസ്തി പത്രവുമാണ്. ഇനി ജി ശങ്കരക്കുറുപ്പിന്റെ ചരമദിനമായ ഫെബ്രുവരി 2 ഈ പുരസ്കാരം സമ്മാനിക്കുന്നത്. ജി ശങ്കരക്കുറുപ്പിന്റെ ചരമദിനമായ ഫെബ്രുവരി 2 ഈ പുരസ്കാരം സമ്മാനിക്കുന്നത്. ഇനി ഈ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച ആദ്യ ജേതാവ് ആരാണെന്ന് നോക്കാം. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. 1969 വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനാണ് ആദ്യത്തെ ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൃതി തുളസീദാസ രാമായണം. തുളസീദാസ രാമായണം എന്ന വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ കൃതിക്കാണ് 1969 ആദ്യ ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നത്. കേരള തുളസീദാസൻ എന്ന പേര് കൂടി ആർക്കുണ്ട്? ഈ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനുണ്ട്. കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. മറ്റൊന്ന് 1970 OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഖസാക്ക് എന്ന ഗ്രാമത്തിന്റെ കഥ പറയുന്ന ഖസാക്കിന്റെ ഇതിഹാസം എന്ന കൃതിക്കാണ് 1970 OV വിജയന് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. ഇനി ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വനിത M ലീലാവതിയാണ്. 1979 M ലീലാവതിക്കാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വനിത എന്ന ബഹുമതി അർഹയായിട്ടുള്ളത്. ഈ ലീലാവതിയുടെ കൃതിയാണ് വർണ്ണരാജി. വർണ്ണരാജി എന്നത് കവിതകളുടെ ഒരു വിമർശന ഗ്രന്ഥമാണ്. കവിതാ വിമർശനങ്ങൾ, ധാരാളം കവിതകളെ കൂട്ടിച്ചേർത്തുള്ള ഒരു വിമർശന ഗ്രന്ഥമായ വർണ്ണരാജിക്കാണ് 1979 M ലീലാവതിക്ക് ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നത്. ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വനിത കൂടിയാണ് ആര്? M ലീലാവതി. ഇനി 2021 മുതൽ 2025 വരെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. 2021 സാറാ ജോസഫിനാണ് ലഭിച്ചത്. അവരുടെ കൃതി ബുധിനി. സാറാ ജോസഫിന്റെ ബുധിനി എന്ന കൃതിക്കാണ് 2021 ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നത്. ഈ ബുധിനി എന്ന കൃതി പലരും വായിച്ചിട്ടുണ്ടാവും. വികസനത്തിന്റെ പേരിൽ സ്വന്തം ഭൂമിയിൽ നിന്ന് ആട്ടിയിറക്കപ്പെട്ടവരുടെ കഥയാണ് ബുധിനി.
2021 സാറാ ജോസഫിന് ഓടക്കുഴൽ പുരസ്കാരം നേടിക്കൊടുക്കാൻ അർഹയായ കൃതിയാണ് ബുധിനി. അടുത്തത് 2022 അംബികാസുധൻ മങ്ങാട്. അംബികാസുധൻ മങ്ങാടിന്റെ പ്രാണവായു എന്ന കൃതിക്കാണ് 2022 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. അംബികാസുധൻ മങ്ങാടിനെ പലർക്കും പരിചയമുണ്ടാവും. എൻ മഗജെ എന്ന കൃതിയുടെ രചയിതാവാണ് അംബികാസുധൻ മങ്ങാട്. കാസർഗോഡിലെ എൻഡോസൾഫാൻ ദുരന്തം വിതച്ച എൻമഗജെ എന്ന ഗ്രാമത്തിന്റെ കഥ പറയുന്ന അംബികാസുധൻ മങ്ങാടിന്റെ എൻമഗജെ. 2022 അംബികാസുധൻ മങ്ങാടിനാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. കൃതി പ്രാണവായുവാണ്, എൻമഗജെ അല്ല, കൃതി പ്രാണവായുവാണ്. അംബികാസുധൻ മങ്ങാടിന്റെ കൃതിയാണ് എൻമഗജെ എന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ 2022 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് അംബികാസുധൻ മങ്ങാടിന്, അദ്ദേഹത്തിന്റെ കൃതി പ്രാണവായു. 2023 PN ഗോപികൃഷ്ണനാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. കൃതി കവിത മാംസഭോജിയാണ്. 2023 PN ഗോപികൃഷ്ണന് അദ്ദേഹത്തിന്റെ കവിത മാംസഭോജിയാണ് എന്ന കൃതിക്ക് ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. തുടർന്ന് 2024 കെ അരവിന്ദാക്ഷന്റെ ഗോപ. ഈ ഗോപ എന്ന കൃതി ബുദ്ധനുമായി ബന്ധപ്പെട്ടതാണ്. യശോധരയും ശ്രീബുദ്ധനും ഒക്കെയായി ബന്ധപ്പെട്ട ഗോപ എന്ന കൃതിക്കാണ് 2024 കെ അരവിന്ദാക്ഷന് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. 2025 EP രാജഗോപാലന്റെ കൃതിയായ ഉൾക്കഥ എന്നത് ഒരു സാഹിത്യ വിമർശനമാണ്. 2025 EP രാജഗോപാലനാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിന്റെ കൃതി ഉൾക്കഥ. ഈ ഉൾക്കഥ എന്നത് ഒരു സാഹിത്യ വിമർശനമാണ്. ഇനി നമുക്ക് ONV സാഹിത്യ പുരസ്കാരത്തെ കുറിച്ച് നോക്കാം. ONV കവിതകൾ. ഏവർക്കും ഏറെ പ്രിയപ്പെട്ട കവിയാണ് ONV അല്ലെ? അദ്ദേഹത്തിന്റെ കവിതകളും ഒരു വട്ടം കൂടിയൻ നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്ന് തുടങ്ങുന്ന മോഹം എന്ന കവിതയിലെ വരികൾ ഏവർക്കും ഒരു നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന കവിതയാണല്ലേ. അപ്പോൾ ONV പുരസ്കാരം നൽകുന്നത് ONV കുറിപ്പിന്റെ സ്മരണയ്ക്ക്. ഇത് നൽകുന്നത് ONV കൾച്ചറൽ ഫോറമാണ്. ONV കൾച്ചറൽ ഫോറമാണ് ONV സാഹിത്യ പുരസ്കാരം നൽകുന്നത്. ഇതിന്റെ സമ്മാനത്തുക 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ്. ഈ ONVയുടെ പേരിൽ ധാരാളം പുരസ്കാരങ്ങളുണ്ട്. യുവ സാഹിത്യ പുരസ്കാരം, അങ്ങനെ കുറെ പുരസ്കാരങ്ങളുണ്ട്. അവയൊക്കെ നമുക്ക് പഠിക്കാം. സമ്മാനത്തുക 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ്. 2017 മുതലാണ് ഇന്ത്യൻ സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കാണ് ഈ ONV പുരസ്കാരം നൽകി തുടങ്ങിയത്. 2017 മുതൽ ഇന്ത്യൻ സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കാണ് ONV പുരസ്കാരം നൽകി തുടങ്ങിയത്. ആദ്യമായി ONV പുരസ്കാരം ലഭിച്ചത് 2017 സുഗതകുമാരിക്കാണ്. സമഗ്ര സംഭാവനയ്ക്കായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു കൃതി എടുത്തു പറയാൻ സാധ്യമല്ല. 2017 സുഗതകുമാരിക്ക് ആദ്യ ONV പുരസ്കാരം ലഭിച്ചു. 2021 വൈരമുത്തുവിനാണ് ONV പുരസ്കാരം പ്രഖ്യാപിച്ചതെങ്കിലും പിന്നീട് പല വിവാദങ്ങളും കാരണം കവിക്ക് നൽകിയില്ല. പിന്നീട് കവി അതിൽ നിന്ന് പിന്മാറി. അങ്ങനെ പല പ്രശ്നങ്ങളും അതിന് ഉണ്ടായിട്ടുണ്ട്. തമിഴ് കവിയാണ് ഈ വൈരമുത്തു. അപ്പോൾ 2021 വൈരമുത്തുവിനാണ് പ്രഖ്യാപിച്ചത്. പിന്നീട് അത് നൽകപ്പെട്ടില്ല. 2022 ടി പത്മനാഭനായിരുന്നു ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2022 ടി പത്മനാഭൻ, 2023 സി രാധാകൃഷ്ണൻ, 2024 പ്രതിഭ റായ്, 2025 പ്രഭാവർമ്മ. ഇതിൽ ആദ്യ ONV പുരസ്കാരം 2017 സുഗതകുമാരിക്ക്. 2021 വൈരമുത്തുവിന് പ്രഖ്യാപിച്ച ONV പുരസ്കാരം വിമർശനത്തെ തുടർന്ന് പിൻവലിച്ചു. 2022 ടി പത്മനാഭന് ONV പുരസ്കാരം ലഭിച്ചു. 2023 പ്രതിഭ റായ്. 2025 ഈ അടുത്ത കാലത്ത് പ്രഭാവർമ്മയ്ക്കാണ് ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഇത്രയുമാണ് ഓടക്കുഴൽ ONV പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടത്. മറ്റുള്ള നമുക്കിനി JCB പുരസ്കാരം, അങ്ങനെ കുറച്ച് പുരസ്കാരങ്ങളും കൂടെ പഠിക്കാനുണ്ട്. അതൊക്കെ മറ്റൊരു വീഡിയോയിൽ വരാം. താങ്ക് യു.